ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് ഇന്ന് വട്ടയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ. അതിനാദ്യം കുറച്ച് അരി കുതിർത്ത് വെച്ചത് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇഡ്ഡലി, ദോശ, അപ്പമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ 4-5 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരി. ഇനി ഇത് നമുക്ക് ഒന്ന് അരക്കണം. അരക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാനുണ്ട്. അതിനാദ്യം വേണ്ടത് കുറച്ച് തേങ്ങയാണ്. അപ്പോൾ വലിയ തേങ്ങയാണെങ്കിൽ ഒരു 3/4 തേങ്ങ മതിയാവും. ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തോളൂ. അപ്പോൾ ഇതുപോലെ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് അവലാണ്. അപ്പം നിങ്ങൾ വെളുത്ത അവല, പേപ്പർ അവൽ കിട്ടുവാണെങ്കിൽ വളരെ നല്ലത്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ മറ്റേ ചുവന്ന അവലായാലും മതി. ബേസിക്കലി വെള്ള അവലാണെങ്കിൽ നല്ല വെള്ള കളർ ഉണ്ടാവും, മറ്റേത് കുറച്ച് കളർ കുറവായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഇനിയിപ്പം അവലില്ലെങ്കിൽ കുറച്ച് പച്ചരി ചോറായാലും മതി. അപ്പോൾ നമുക്കിതിലേക്ക് ഗ്രൈൻഡറിലേക്ക് ഇടാം. മിക്സി ആയാലും മതി, ഗ്രൈൻഡറാകുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് പെട്ടെന്ന് അരക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2-3 സെറ്റ് ആയിട്ട് അരക്കാൻ പറ്റും അല്ലേ. അരക്കുന്നതിന് മുമ്പ് ഇത്തിരി അരി എടുത്തിട്ട് മാറ്റി വെക്കണം. അതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറയാം. ഇതിപ്പം എല്ലാം ഞാൻ ഒന്നിച്ചിടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ അരക്കുമ്പോൾ പതിയെ കുറച്ചായിട്ട് ഇട്ടിട്ട് അരക്കണം കേട്ടോ. എക്സ്പീരിയൻസ്ഡ് ആയവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ജെൻസി കുട്ടികൾ ആരും കാണുമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങയും ആ കുതിർത്ത് വെച്ച അവലും ചേർത്തിട്ട് ഒന്ന് അരക്കാം. അരിയുടെ അളവ് ഞാൻ പറഞ്ഞില്ല അല്ലേ, 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. ഇനി വട്ടയപ്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വട്ടയപ്പത്തെക്കുറിച്ച് അറിയാത്തവരോട്, ഇത് നസ്രാണികളുടെ ഒരു ട്രഡീഷണൽ സ്നാക്സ് ആണ്. നസ്രാണികളെന്ന് പറയുന്നത് പ്രത്യേകിച്ചിട്ടും സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് ഇത് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. മറ്റുള്ളവരും ഉണ്ടാക്കും. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ വട്ടയപ്പം കേരളത്തിൽ ഉണ്ടാക്കി തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. അന്ന് ശർക്കരയും കള്ളൊക്കെ ചേർത്തിട്ടാണ് ഫെർമെൻറ്റേഷൻ നടത്തിയിരുന്നത്. അപ്പം ക്രിസ്ത്യാനിറ്റിയുടെ വരവോടുകൂടി ഏകദേശം 1st സെഞ്ച്വറിക്ക് ശേഷം അവർ കുറച്ചും കൂടി സ്റ്റൈലിഷ് ആക്കിയിട്ട് ഇതിൽ ഈസ്റ്റൊക്കെ ചേർത്ത് പഞ്ചസാരയും ഇതൊക്കെ ചേർത്തിട്ട് കുറച്ചുകൂടി സ്റ്റൈലിഷ് ആക്കിയിട്ടുള്ളൊരു വെർഷനാക്കി. ഇത് ഞാൻ നേരത്തെ മാറ്റി വെച്ച ആ അരി എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ ചെറുതായിട്ട് അരച്ചിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ അപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ആക്കിയേക്കാണ്. അതും ആ അരപ്പിൻ്റെ കൂടെ ചേർത്തിട്ട് നേരത്തെ കാണിച്ച പഞ്ചസാരയും ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് അരച്ചിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാര നല്ല മധുരം വേണ്ടവർ നന്നായിട്ട് ചേർത്തോളൂ. ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈസ്റ്റാണ്. ആ ഈസ്റ്റ് നമ്മൾ കുറച്ചെടുത്ത് 1 സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ട് അത് ഇളം ചൂടുവെള്ളത്തിൽ ഇങ്ങനെ അലിയിച്ചിട്ട് ഇതിൽ ചേർക്കുക. ചൂടുവെള്ളത്തിൻ്റെ ചൂട് അധികമാകാൻ പാടില്ല, അപ്പോൾ പിന്നെ ഈസ്റ്റ് ചത്തുപോകും. അപ്പോൾ ഇളം ചൂടുവെള്ളം ഈസ്റ്റിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫെർമെൻറ്റേഷൻ ശരിക്കും നടക്കും. എന്നിട്ട് അതിൽ ചേർത്തിട്ട് ഇത്തിരി ഏലക്കാപ്പൊടിയും ഒന്ന് പൊടിച്ചിട്ട് ചേർത്തിട്ട് നമുക്കിനി കുറച്ച് സമയത്തേക്ക്, അതായത് മിനിമം ഒരു 5 മണിക്കൂർ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉപ്പും കൂടി നമുക്ക് ചേർക്കാം കേട്ടോ. അത് മറക്കാൻ പാടില്ല. അപ്പം നസ്രാണികൾക്ക് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അവർ വട്ടയപ്പം ഉണ്ടാക്കിക്കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം തുടങ്ങുക. ഇത് പ്രോസ്പെറിറ്റിയുടെയും ഒത്തൊരുമയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ട് അവർ കാണുന്നു. ഇനി ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് നമുക്കിതിൻ്റെ അവസ്ഥയൊന്ന് നോക്കാം. ഇതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കൂടുതൽ ഇളക്കാൻ പാടില്ല. ഇത് അതുപോലെ തന്നെ നമുക്ക് ആ പാത്രത്തിലേക്ക് കോരി ഒഴിക്കാം. അതിനാദ്യം ഒരു ഇഡ്ഡലി ചെമ്പെടുത്ത് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പാത്രം വെക്കുക. ഇതിൻ്റെ മീതെ ഒരു പ്ലേറ്റ് വെക്കുകയാണ് വേണ്ടത്. പക്ഷേ നമ്മൾ ഇങ്ങനെ ചുമ്മാ ഒരു പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞിട്ട് അതിൻ്റെ മാവ് താഴേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണം, ഞാൻ പറഞ്ഞുതരാം. ഇതുപോലുള്ളൊരു പാത്രം എടുത്തിട്ട് അതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആവി ശക്തിയായിട്ട് വന്നു കഴിഞ്ഞാലും അതൊന്നും ചെരിയൊന്നുമില്ല. ഇങ്ങനെയാണ് അവർ സാധാരണ ചെയ്യാറ്. ഇതിനേക്കാൾ നല്ല പാത്രം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വെച്ചോളൂ കേട്ടോ, അപ്പോൾ കുറച്ചും കൂടി ഭംഗി കൂടും. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിലൊന്ന് നെയ്യോ വെണ്ണയോ ഒക്കെ മെല്ലെ തടകിയിട്ട് അത് വെച്ചിട്ട് അതിലേക്ക് മാവ് ഒഴിക്കാം. മാവിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണക്കമുന്തിരി, കാഷ്യൂ അതൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഏലക്ക മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. ഇരുപത് മിനിറ്റ് വെച്ചപ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് മെല്ലെ തണുത്തതിന് ശേഷം മാത്രം അടർത്തിയെടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. എന്നിട്ട് അതിൻ്റെ സൈഡ് ഇങ്ങനെ മെല്ലെ ആക്കിയിട്ട് അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ക്രിസ്ത്യൻ സംസ്കാരത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള വട്ടയപ്പം റെഡിയായി കഴിഞ്ഞു. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.